നമ്മളങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് തന്നെ 3 പോയിന്റ്സ് എടുത്തിരിക്കുകയാണ്. ശരിയാണ്, റെഡ് കാർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഈസിയാക്കി തന്നു വിജയം. പക്ഷേ ബ്രോസ് അല്ലെങ്കിൽ ഗൈസ്, ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ ഐ ഡോണ്ട് കെയർ നമ്മളെങ്ങനെ കളിക്കുന്നു എന്നുള്ളത്. ദ ഓൺലി തിങ് മാറ്റേഴ്സ് 3 പോയിന്റ്. ഇന്നത്തെ കളിയിൽ നമ്മൾ എന്ത് വൃത്തിയായിട്ട കളി കളിച്ചാലും നേടണമെന്ന് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ ടോപ്പ് 3-ലാണ്. ചെൽസി ആർസനലായിട്ട് കളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവർ കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻഡ് റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ആർസനൽ ആർ ദ ഫേവറേറ്റ്സ്. ചെൽസി ക്യാൻ ഡ്രോപ്പ് പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 പോയിന്റാണ് ചെൽസിയായിട്ട് ഡിഫറൻസ് വരാൻ പോകുന്നത്. ആസ്റ്റൺ വില്ല 4-ാം സ്ഥാനത്തേക്ക് ചാടിക്കഴിഞ്ഞു. നമ്മൾ ടോപ്പ് 3-ലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ വീക്കെൻഡ് ഈസ് ഹ്യൂജ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം നമ്മൾ എത്ര കാലത്തിന് ശേഷമാണ് ടോപ്പ് 3-ൽ എത്തുന്നത്. ശരിയാണ്, നമ്മുടെ ഫുട്ബോൾ അത്ര എന്താ പറയുക സിൻറ്റലേറ്റിംഗ് അമേസിങ് ഫുട്ബോളൊന്നും ആയിരുന്നില്ല. സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വളരെ ശോകം ഫുട്ബോളായിരുന്നു. അതായത് ഒരു മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ കളി കാണൽ നിർത്തി. ഉള്ള കാര്യം പറയാമല്ലോ, ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഒരു മൊമെൻറ്റിൽ ഞാൻ കളി കാണൽ നിർത്തി. കാരണം അത്രയ്ക്കും ബോറിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ്. സ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ലീഗിലെ പ്ലേയേഴ്സ് ഇതിനെക്കാട്ടും എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു എനർജിയായിട്ട് കളിക്കും. എൻ്റെ മെയിൻ കൺസേൺ ഈ കളിയിലേക്ക് വരുമ്പോൾ എൻ്റെ മെയിൻ കൺസേൺ ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും മാച്ച് പ്രിവ്യൂ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടവർക്ക് മനസ്സിലാവും. ഇൻറ്റൻസിറ്റി, എനർജി, അതേപോലെ തന്നെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി, സ്റ്റാർട്ടിങ് ലൈനപ്പ്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കറക്റ്റായി വന്നാൽ മാത്രമേ ഈ കളി നമുക്ക് സ്മൂത്തായിട്ട് ജയിക്കാൻ പറ്റൂ എന്നുള്ളത്. പിന്നെ സെസ്കോനെ സ്റ്റാർട്ട് ചെയ്യണം നമ്മളെല്ലാവരും കുറേ, ഇൻക്ലൂഡിങ് ഞാനടക്കം, ഞാൻ മാത്രമെന്നല്ല, പക്ഷേ ഈ ചാനൽ ഞാൻ നടത്തിക്കൊണ്ടുവന്ന കാര്യം ഞാനടക്കം ഇതിൽ പറഞ്ഞ സംഭവമാണ് സെസ്കോ മസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഇടുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി സെസ്കോൻ്റെ. കാരണം ഒന്നുമില്ല. അപ്പം ഒരു ക്രോസോ നല്ലൊരു ഡെലിവറിയോ നല്ലൊരു സർവീസോ ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ സെസ്കോക്ക് കിട്ടിയ ആകെ ഒരു നല്ല ക്രോസിൽ നിന്നാണ് സെസ്കോ ഗോൾ അടിച്ചത്. ആ ക്രോസിന് 100 ഔട്ട് ഓഫ് 100 മാർക്സ് ബ്രൂണോയ്ക്ക് കൊടുത്തേ പറ്റൂ. ബ്രൂണോ ഫെർണാണ്ടസ് യജ്ജാതി പ്ലെയറാണ് മാൻ. നിങ്ങൾ 100 അസിസ്റ്റായി, 100ൻ്റെ മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷനായി. നിങ്ങളൊരു ഏലിയനാണ്, നിങ്ങളൊരു മാരക പ്ലെയറാണ്, ഒന്നും പറയാനില്ല. കാരണം ആ ക്രോസ് ആ ടീമിൽ ഇന്നത്തെ കളി വിട്, കഴിഞ്ഞൊരു 3-4 മാച്ചസ് ആയിട്ട് ബ്രൂണോ ഇട്ട പോലത്തെ ക്രോസ് നിങ്ങൾ ഏതെങ്കിലും കളിയിൽ ഇത്രയും ക്വാളിറ്റി ഓഫ് ക്രോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രൂണോൻ്റെ സൈഡിൽ നിന്നല്ലാതെ വളരെ വളരെ റെയറായിട്ടേ വരുള്ളൂ. അവിടെയാണ് ബ്രൂണോൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ബ്രൂണോ ചില മൊമെൻറ്റ്സിൽ നമ്മൾ രക്ഷിക്കുമെന്ന് പറഞ്ഞതാണ്. കാരണം ബ്രൂണോ ഇല്ലെങ്കിൽ ഇന്നത്തെ കളി നമ്മൾ ജയിക്കില്ല, ഒരു സംശയം വേണ്ട. ബ്രൂണോ എന്ന മനുഷ്യനില്ലെങ്കിൽ പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ വേറെ ആർക്കെങ്കിലും പറ്റുമായിരിക്കും. പക്ഷേ ആ ക്രോസ് ഇടാൻ ഇന്നത്തെ കളിയിൽ ആ ക്രോസിന് വേറൊരു മനുഷ്യന്മാരുമില്ല. നമ്മുടെ 2 ഫുൾ ബാക്ക്, ലൂക്ക് ഷോ ഇഞ്ചോർഡായി കയറി പോയിട്ടുണ്ട്. ഇനി വേൾഡ് കപ്പിൻ്റെ തലേദിവസം ഇറങ്ങി വരും, സ്വാഭാവികമാണ്. മസ്റാവി, മക്കളെ ഉള്ള കാര്യം പറയാം, ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവമാണ്, മസ്റാവി ഹാസ് ടു സ്റ്റാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡാലോ എന്നുള്ളത്. പക്ഷേ മസ്റാവി വന്നപ്പോൾ നമ്മുടെ ഫുൾ ബാക്കിൽ വന്ന ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, അത് ഗോയിങ് ഫോർവേഡ് ആയാലും പന്ത് കീപ്പ് ചെയ്യുന്നതായാലും ഡിഫൻസീവ് ഷേപ്പിലായാലും ലൂക്ക് ഷോൻ്റെ മുകളിലായിരുന്നു മസ്റാവിയുടെ പെർഫോമൻസ്. ഉള്ള കാര്യം പറയാലോ. ഡാലോ വളരെ വളരെ ശോകം പെർഫോമൻസ് ആയിരുന്നു. ഡാലോ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയില്ലേ, ഈ ചീനച്ചട്ടിയിൽ വറുക്കാനിട്ട് കടുക് പോലെയാണ്. അതായത് ആ കടുക് കുറച്ച് നേരം പൊട്ടിത്തെറിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കും. അതേപോലെ ഡാലോൻ്റെ അവസ്ഥ. കാരണം 2 കളി നന്നായി കളിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ 4-5 കളി വൻ ശോകമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കളി നന്നായി കളിച്ചു, ഈ കളി വീണ്ടും ശോകം. ഞാൻ അടുത്ത കളി എന്താവും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ പ്ലെയേഴ്സ്, അതായത് മാർട്ടിനസ് അതേപോലെ തന്നെ ഡിലിറ്റ് പറഞ്ഞ പ്ലെയേഴ്സ് തിരിച്ചു വരാനാണ്. ഇന്നത്തെ കളി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സെൻറ്റർ ഓഫ് ദ പിച്ച് ഒരൊറ്റ പാസ് പോലും, ഒരൊറ്റ ലൈൻ ബ്രേക്കിംഗ് പാസ് പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മെയിനു ആണെങ്കിലും വളരെ വളരെ മോശമായിരുന്നു മെയിനു. കാസമീറോ ഡിഫെൻസീവ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും ഒരു ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാൻ പറ്റുന്നില്ല. മെഗ്വറിന് പറ്റുന്നില്ല. മെഗ്വർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സോളിഡ് ആയിരുന്നു ഡിഫെൻസീവ്ലി. പക്ഷേ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസസ് പറ്റുന്നില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഗെയിം. ഞാൻ പറഞ്ഞ 2 വിധത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ യോറോ വളരെ ഷെയ്ക്കിയായിരുന്നു. ഫസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ഗോൾ അടിച്ചു. അപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലായി ഇത് ഏകദേശം തീരുമാനമാവും. അതായത് ഫസ്റ്റ് ഹാഫിൽ എനർജി അവരിടുന്നേക്കാട്ടും എക്സ്ട്രാ ഡബിൾ എനർജി ഇട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ 45 മിനിറ്റ് നമ്മുടെ പ്ലെയേഴ്സ് ദുരന്ത പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് എനർജി കൂട്ടി. ആ എനർജി കൂട്ടിയപ്പോൾ തന്നെ നമുക്കൊരു പെനാൽറ്റിയും കിട്ടി. അതായത് അത് പെനാൽറ്റി തന്നെയാണ്, ഒരു സംശയമില്ല. അത് പെനാൽറ്റിയാണ്, റെഡ് കാർഡ് തന്നെയാണ്. അതിൽ സോഫ്റ്റ് ഡെസിഷനാണ്, അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾക്കെതിരെ പലപ്പോഴും ഇതുപോലത്തെ ഡെസിഷൻസ് നമുക്ക് കിട്ടാറുള്ളതാണ്. സോ വി ഹാവ് ടു അക്നോളജ് അത് പെനാൽറ്റി തന്നെയാണെന്നുള്ളത്. പക്ഷേ ആ പെനാൽറ്റി കിട്ടിയത് എങ്ങനെയാണ്? നമ്മളൊന്ന് വൺ ടച്ച് ഫുട്ബോൾ, നമ്മളൊന്ന് ഇൻറ്റൻസിറ്റി കൂട്ടി, ഒന്ന് എനർജി കൂട്ടിയപ്പോൾ ക്രിസ്റ്റൽ പാലസ് ഇതാ കിടക്കുന്നത് താഴെ. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം ആലോചിക്കണം. ക്രിസ്റ്റൽ പാലസ് ഈ തേഴ്സ്ഡേ നൈറ്റ് കളിച്ച ടീമാണ്. തേഴ്സ്ഡേ നൈറ്റ് കളിച്ച ടീം എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ മാൻ യുണൈറ്റഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്നത്?
ഡ്യുവൽസ് വിൻ ചെയ്യുന്നു, ഏരിയൽ ഡ്യുവൽസ് ആണെങ്കിലും ഗ്രൗണ്ട് ഡ്യുവൽസ് ആണെങ്കിലും വിൻ ചെയ്യുന്നു, പൊസിഷൻ കീപ്പ് ചെയ്യുന്നു, നന്നായിട്ട് പാസ് കൊടുക്കുന്നു, ത്രെറ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ചെയ്തത്? വിജയം നമ്മൾ ആഘോഷിക്കണം, പക്ഷെ കൺസേൺസ് നമ്മൾ എടുത്ത് പറയണം. കാരണം കൺസേൺസ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ വി വിൽ ബിക്കം ഡെലൂഷണൽ ഉള്ള കാര്യം പറയാലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടേബിൾ പറഞ്ഞാൽ ഡെലൂലു അതായി മാറും. അതാവാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാരിക്, ഞാനിപ്പോഴൊന്നും പറയുന്നില്ല, കാരിക് ഡിസേർവ്സ് ദ പ്രൈസ്. സബ് ഇറക്കിയാലൊക്കെ കാരിക് ഡിസേർവ്സ് ദ പ്രൈസ്. പക്ഷേ കാരിക്കിൻ്റെ ടാക്ടിക്സ് കഴിഞ്ഞൊരു 3-4 കളിയായിട്ട് ബാഡ് വേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. ഇങ്ങനത്തെ കളികൾ ജയിക്കണമെങ്കിൽ അത് ഒരു ലോങ്ങർ പീരീഡിലോട്ട് ജയിച്ച് കയറണമെങ്കിൽ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഒരു കളി തോക്കുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുക. ഇന്നത്തെ കളി നമ്മൾ പൊട്ടേണ്ട കളിയായിരുന്നു, പക്ഷേ എന്തോ ബ്രൂണോ പറഞ്ഞ ഒരു മജീഷ്യൻ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ഇൻറ്റൻസിറ്റി കൂട്ടി കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിനെക്കാട്ടും കൂടുതൽ നമ്മൾക്ക് ഓൺ ദ പിച്ച് ക്വാളിറ്റി ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ജയിച്ചത് ഉള്ള കാര്യം പറയാം. ടാക്ടിക്കലി ഒലിവർ ഗ്ലാസ്നർ നമ്മളെ ഔട്ട് പെർഫോം ചെയ്ത് കളഞ്ഞു. 3 at the back 4 at the back എന്തോ ആയിക്കോട്ടെ, അത് ലോ ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മിഡ് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരിക്കാം. ഗ്ലാസ്നർ കാരിക്കിനെ ഔട്ട് പെർഫോം ചെയ്ത് കളഞ്ഞു ഇന്നത്തെ കളിയിൽ, അതിലൊരു ഡൗട്ടും ഇല്ല. അത് ഇനി പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടി കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ കയ്യിൽ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ആകെ മിസ്സാവുന്നത് എനർജി ആൻഡ് ഇൻറ്റൻസിറ്റിയാണ്. ഡ്യുവൽസ് വിൻ ചെയ്യുക, സ്പീഡ് കൂട്ടുക, 1 touch പാസസ് കളിച്ച് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും, നമ്മളത് കണ്ടതുമാണ്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടീം ചെയ്യുന്നില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ കൺസേൺസ് ഒക്കെ മാറ്റി വയ്ക്കാം. വി ഗോട്ട് 3 points. അത് മാത്രമേ മാറ്റേഴ്സ് ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ തലവേദനയാണ്. ഞാൻ സത്യം പറഞ്ഞ ഒരു പെനഡോൾ എടുത്ത് കളി കണ്ടതാണ്. പക്ഷേ പെനഡോൾ കഴിച്ചിട്ടും ഞാൻ കഴിച്ചത് പെനഡോൾ അഡ്വാൻസ് ആണ് ഫസ്റ്റ്, ദുബായിൽ അത് കിട്ടുക. പിന്നെ പെനഡോൾ എക്സ്ട്രാ കിട്ടും. ആ എക്സ്ട്രാ കഴിച്ചിട്ടാണ് ഞാൻ കളി കണ്ടത്. കാരണം തലവേദന എടുത്ത് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ തലവേദന മാറി. കാരണം എസ്പെഷ്യലി സെസ്കോൻ്റെ ഗോള്, സെസ്കോ മുത്തേ പൊളിയാണ്, ഒരു സംശയമില്ല. കാരണം അതൊരു പോച്ചേഴ്സ് പ്രോപ്പർ നമ്പർ 9 ഫിനിഷാണ് സെസ്കോൻ്റെ. നമ്മൾ അവന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. കണ്ടിന്യൂസ് ആയിട്ട് 4 കളിയിൽ അവൻ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇനി സെസ്കോനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെയല്ല, പക്ഷേ മീഡിയയിലൊക്കെ ഹീസ് എ സൂപ്പർ സബ്, അവനെ സ്റ്റാർട്ട് ചെയ്യേണ്ട. പക്ഷേ സെസ്കോനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഇന്ന് നമ്മൾ കണ്ടു. അത് ഫസ്റ്റ് ഹാഫ് മുതലേ നമ്മുടെ ഫുൾ ബാക്സ് എന്താ പറയുക അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രോസ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ ഇനിയും ഗോൾ അടിച്ചേനെ. നമുക്ക് പിന്നെയും ഗോളിക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അമാദിനൊക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, കസ്റ്റമറിൻ്റെ ഷോട്ട് ഉണ്ടായിരുന്നു, ഒക്കെ ഡീൻ ഹെൻഡേഴ്സും തടുത്തു. പിന്നെ സ്വാഭാവികമായിട്ടും ഡീൻ ഹെൻഡേഴ്സ് നമുക്കെതിരെ വരുമ്പോൾ പ്രൈം മാനുവൽ ലിവർ ആവുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ കളി ജയിച്ചു. വി ഡിസേർവ് ദ 3 points. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് പെർഫോമൻസിൽ വി ഡിസേർവ് ദ 3 points. ക്രിസ്റ്റൽ പാലസ് ഡിസേർവ്ഡ് എ ഗോൾ. അത് ഫസ്റ്റ് ഹാഫിൽ കളിച്ചുകൊണ്ട് തന്നെ അവർക്ക് കിട്ടി. അത് എനിക്ക് തോന്നുന്നൊരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വെൽ ഡിസേർവിംഗ് മാച്ച് ഫോർ ബോത്ത് ടീംസ്. അവർക്ക് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ ഉണ്ടായിരുന്നു, അവരടിച്ചു. അവർ ഫസ്റ്റ് ഹാഫിൽ നന്നായി കളിച്ചു, അവർ ആ ഗോൾ അടിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബെറ്ററായിട്ട് നമ്മൾ കളിച്ചു, നമ്മൾ 2 ഗോൾ അടിച്ചു, നമ്മൾ കളി ജയിച്ചു. ഇനി സ്റ്റാറ്റ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വൺ സ്റ്റാറ്റ്സ് ആണ്. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഷോട്ട് 20 ഷോട്ട്, 12 ടാർഗറ്റിൽ, 61% പൊസിഷൻ, 576 പാസ്, 89% പാസ് ആക്യുറസി. പിന്നെ റെഡ് കാർഡ്സ് ഒന്നുമില്ല, ഓഫ് സൈഡ് നമ്മളാകെ ഒന്നേ ഉള്ളൂ. നമുക്ക് 7 കോർണർ കിട്ടി. പക്ഷെ ഇതൊക്കെ വന്നത് റെഡ് കാർഡിന് ശേഷമാണ്. റെഡ് കാർഡ് കിട്ടുന്നവരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇതൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് എൻ്റെ പ്രശ്നം. 11 versus 11 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കളി ചിലപ്പോൾ ഡ്രോ ആയേനെ. പക്ഷേ 3 points മാറ്റേഴ്സ്. ടോപ്പ് 3 ഫിനിഷിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ലിവർപൂളിൻ്റെ മുകളിൽ, ചെൽസിയുടെ മുകളിൽ, ആസ്റ്റൺ വില്ലയുടെ മുകളിൽ. സീസൺ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ടോപ്പ് 3 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് അപ്പം മേടിച്ച് ഓടിയനെ. ആ ഒരു അവസരം നമ്മൾ നിൽക്കുന്നത്. എൻജോയ് ദിസ് മൊമെൻറ്റ്. വി ഡിസേർവ് ടു ബി ഗെറ്റിംഗ് 3 points. വി ഡിസേർവ് ടു ബി ഓൺ ടോപ്പ് 3. കാരണം നമ്മൾ കളിച്ച് ജയിച്ചു തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ച് ജയിച്ചു തന്നെയാണ്, ഒരു സംശയം വേണ്ട. മൂവിങ് ഫോർവേഡ് നമുക്ക് ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് കളിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്ന ഒരൊറ്റ പേരെ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്തായാലും വന്നേ പറ്റൂ. ലിസാൻഡ്രോ മാർട്ടിനസിൽ ഈ ടീമിൽ ഉണ്ടാക്കുന്ന ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസ് കളിക്കാത്തപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി എത്രത്തോളം ഡ്രോപ്പ് ആവുന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ലിസാൻഡ്രോ മാർട്ടിനസ് ഹാസ് ടു കം ബാക്ക്. ഐ ഹോപ്പ് നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ടീമിലോട്ട് തിരിച്ചു വരുമെന്ന്. ദിസ് ഈസ് മൈ മാച്ച് റിയാക്ഷൻ. കംപ്ലയിൻസും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവാം, പക്ഷേ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പോസിറ്റീവ്. വി ഹാവ് 3 points. വി ആർ ടോപ്പ് 3. വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്.